ഹലോ നമസ്കാരം, ഞാൻ ജീനൻ ഫ്രം സൈൻ മീഡിയ എന്റർപ്രൈസസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ CO2 ലേസർ എൻഗ്രേവിംഗ് മെഷീന്റെ ബ്രാൻഡായ ഡ്രാഗന്റെ ഏറ്റവും പുതിയ മെഷീൻ ഒന്ന് നിങ്ങളെ വ്യക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നമ്മള് ഡ്രാഗൺ എന്ന് പറഞ്ഞ ലേസർ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലേസർ ബ്രാൻഡ്. കേരളത്തിൽ നമ്മൾ 7 വർഷത്തിൽ കൂടുതലായിട്ട് ഈ മിഷൻ ഇതേ ഒരേ ബ്രാൻഡ് നമ്മൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ സൈനേജ് ഇൻഡസ്ട്രീസിലുള്ള ഒരുവിധം കമ്പനികൾക്കൊക്കെ ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞ ലേസർ മെഷീൻ അറിയുന്നുണ്ടാവും. അപ്പൊ ഈ മെഷീന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കിടക്കാം. മെഷീനിൽ നിങ്ങൾക്ക് ഓവറോൾ ലുക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു സിസ് ഡിസൈൻ എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസൈനിലോട്ടാണ് ഈ മെഷീൻ വന്നിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു ലാബിൽ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഒരു ചെറിയ ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഈ സൈഡിലോട്ട് വരുമ്പോ ഇവിടെയാണ് അതിന്റെ കൺട്രോൾ പാനൽ വരുന്നത്. ഇത് റൂയിഡയുടെ ഒരു വൈഡ് ഡിസ്പ്ലേ പാനലാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ സ്വിച്ച് ഇത് ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത് എമർജൻസി സ്വിച്ചാണ് വരുന്നത്. ഇത് ഫ്യൂച്ചറിൽ നമുക്ക് ഈ മെഷീൻ ഫുൾ ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിൽ ഫ്യൂച്ചറിൽ നമുക്ക് റോട്ടറി ആഡ് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോട്ടറി സ്വിച്ച് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് എയർ മോട്ടറിന്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഇത് USB വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു USB പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, USB നിന്നുള്ള വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ കൺട്രോൾ പാനലിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ വൈഫൈയുടെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ആ ഒരു ഗ്രാഫിക്സ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാസ്സിലാണ് ഈ പാനൽ വരുന്നത്. ഈ മെഷീനിൽ നമുക്ക് ഹാൻഡില് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഹാൻഡിൽ ഇല്ല. ഇവിടെ അതിനൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മെഷീൻ പൊക്കാൻ സാധിക്കും. ഉൾവശത്തിലോട്ട് വരുമ്പോൾ ഈ മെഷീനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് അപ്ഡേഷൻസും ഓപ്ഷൻസും ഒക്കെ ഈ മെഷീനിൽ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ പറയത്തക്ക ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷന്റെ ഒരു പാർട്സ് ആണിത്. ഇതാണ് ആ ഓട്ടോ ഫോക്കസ് പെൻ. നമുക്ക് മുമ്പ് മെറ്റീരിയൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇത് അഴിച്ചിട്ട് ഫോക്കസ് ചെക്ക് ചെയ്യണം. ഓട്ടോ ഫോക്കസിലോട്ട് വരുമ്പോൾ അതിനെ മെയിൻ ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു അഡീഷണൽ പാർട്സ് ആണ് ഇത്. ഓട്ടോ ഫോക്കസ് പെൻ എന്ന് പറയും. മുമ്പ് നമ്മൾ ഇത് മെറ്റീരിയൽ ഫോക്കസ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് ഈ നോസിൽ പിടിച്ച് കൈ കൊണ്ട് മാനുവലി തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ മാൻ പവർ ഒരുപാട് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ടൈറ്റ് ആക്കുമ്പോഴൊക്കെ കുറെ കഴിയുമ്പോൾ ലോങ് ടൈമിലോട്ട് അതൊരു കംപ്ലൈന്റ് ആയിട്ട് മാറും. അതുമാത്രമല്ല ഈ ജോ ഇളകി അതൊരു തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അലൈൻമെന്റ് തെറ്റിപ്പോവുക, അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് വന്നിരുന്നു. ഇപ്പൊ നമുക്കത് ഓട്ടോ ഫോക്കസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്വിച്ചില് ഇവിടെ വരുന്ന കൺട്രോൾ പാനലിൽ വരുന്ന ഒരു ഫോക്കസ് എന്ന് പറഞ്ഞ സ്വിച്ചില് നമുക്കിതൊരു ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ തന്നെ ഫോക്കസ് കാണിച്ചു തരും. അപ്പൊ നമുക്ക് അത് ആ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ വെച്ചതിന് ശേഷം ഇതിൽ ഫോക്കസ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം എന്റർ കൊടുക്കുക. ഇങ്ങോട്ട് നോക്കൂ, ആ ബെഡ് വന്ന് പൊങ്ങി അത് സെൻസ് ചെയ്ത് അത് അതിന്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഫോക്കസിൽ നിന്നു. ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി, നമ്മുടെ കട്ട് പോകും. അപ്പൊ അത്രയും ഓട്ടോമാറ്റിക് ആയി വരുന്ന ഒരു മെഷീനാണ് ഇതൊരു. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഓപ്ഷൻ എന്നുകൂടി ഞാൻ ഈ മെഷീനെ വിളിക്കും. കാരണം അത് എന്താണെന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായി പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഞാൻ മാക്സിമം അതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ലിമിറ്റ് ആണിത്. ഏകദേശം ഒരടിയുടെ അടുത്ത് ഏകദേശം 3/4 അടിയോളം നമുക്ക് ഈ ബെഡ് താഴ്ത്താനും പൊക്കാനും കഴിയും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ് എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഓട്ടോ ഫോക്കസ് എന്നുള്ള ഓപ്ഷൻ, 2 എന്ന് പറഞ്ഞ ഒരു ബോക്സ്, അങ്ങനെ ആ ബോക്സിന്റെ മുകളിലുള്ള ബ്രാൻഡിങ്, ഇപ്പം ഒരു ജ്വൽ ബോക്സ് അതിന്റെ മുകളിലുള്ള ബ്രാൻഡിങ്, അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ടേബിളുള്ള മെഷീനാണ് സിമ്പിൾ. പിന്നെ ഫ്യൂച്ചറിൽ റോട്ടറിയോട് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് റോട്ടറി ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതെല്ലാം ഉള്ള മെഷീൻസ് ചൂസ് ചെയ്യാണ് ബെറ്റർ. ചെറിയൊരു വ്യത്യാസമുള്ളൂ, പ്രൈസ് റേഞ്ചിൽ വരുന്നുള്ളൂ ഈ വരുന്ന ഓപ്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന മെഷീനായിട്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസമായിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലോട്ട് പോകുമ്പോൾ ഇതിന്റെ റെയിലൊക്കെ നോക്കി, ഇന്നർ ആയിട്ടാണ് ഇതിന്റെ റെയിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്നത് അഡീഷണൽ ഒരു നോസിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ മെഷീനിൽ വരാറില്ല, ഇത് പുതിയ അപ്ഡേഷൻ ആണ്. ഇത് അഡീഷണൽ വരുന്ന എയർ ഫയർ ബേൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലോട്ടുള്ള നോസിന്റെ അടിവശത്തോട്ട് ഒരു എയർ സപ്ലൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതൊരു ട്യൂബാണ്. ഇത് മിററിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ട്യൂബാണ്. ഡസ്റ്റ് കാര്യങ്ങൾ ഉള്ളിലോട്ട് പോയി മിറർ ബേൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്
അഡീഷണൽ കൊടുത്തിട്ടുള്ള ട്യൂബാണ്. അതേ ട്യൂബ് തന്നെ 2 ട്യൂബ് 2 മിററിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഡസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് ആ ട്യൂബിൽ നമ്മുടെ ലേസർ പവർ വന്ന് അത് ബേൺ ആയി അത് കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് നമുക്ക് ഇത് മാറ്റേണ്ടി വരും. ട്യൂബും ലെൻസും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. ആ സംഭവങ്ങൾക്ക് ഇത് തന്നെ ക്ലീനിങ്ങിന്റെ പ്രശ്നമുള്ള കാരണം വാറണ്ടി ഒരു കമ്പനിയും കൊടുക്കില്ല. അപ്പൊ അത് ഒരു പരിധി വരെ നിങ്ങൾ ഇത് സഹായിക്കും. എന്ന് വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യരുതെന്നല്ല പറയുന്നത്, ക്ലീൻ ചെയ്യണം. പക്ഷെ ഇതൊരു പരിധി വരെ തടയാൻ ഈ ഒരു സിസ്റ്റം അതിനെ സഹായിക്കും. ഇനി ഇതിലോട്ട് പോകുമ്പോൾ ഈ മെഷീനിൽ നിങ്ങൾ കണ്ടാൽ നോക്കിയാൽ അറിയാം, ഇതൊരു കോപ്പർ പുള്ളിയാണ് രണ്ടും. ഇത് തേയ്മാനപരമായിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഒരുപാട് ലൈഫ് നിൽക്കും. ഈ പുള്ളികളെല്ലാം ഈ മോട്ടറിലോട്ട് വരുന്ന പുള്ളികളെല്ലാം ഒരുപാട് ലൈഫ് നിൽക്കുന്ന പുള്ളികളാണ് ഈ കോപ്പർ പൈപ്പായിട്ട് വരുമ്പോൾ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഈ ഒരു പേര് എന്നുള്ളത്. ഈ ജോവി എന്നുള്ള പേര് നമ്മളൊരു മദർ കമ്പനിയാണ്. മദർ കമ്പനിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ തിരിച്ചോട്ട് വരുമ്പോൾ ഈ ഡോറിൽ വരെ ഇപ്പൊ അപ്ഡേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡോറ് അടയ്ക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിയുടെ ഭാഗമായി നിങ്ങൾക്ക് ഈ വർക്ക് വിടാൻ കഴിയില്ല. ഈ ഡോറ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ വർക്ക് വിടാൻ കഴിയുള്ളൂ. ഈ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ സക്ഷൻ കാര്യങ്ങളും സ്മോക്ക് അതുപോലുള്ള കാര്യങ്ങൾ വെളിയിലോട്ട് പോകുള്ളൂ. അപ്പൊ കമ്പൽസറി ഈ ഡോറ് നമ്മൾ ഇതാ ക്ലോസ് ചെയ്യണം ഇതുപോലെ. ഓക്കെ, ഇനി അടുത്ത സൈഡിലോട്ട് വരുവാണെങ്കിൽ ഈ സൈഡിലോട്ട് പോകാം. ഈ സൈഡിൽ വരുവാണെങ്കിൽ ഇതിന്റെ പാർട്സുകളെല്ലാം ഇലക്ട്രോണിക് പാർട്സുകളെല്ലാം വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇതിന്റെ മോട്ടർ, ഡ്രൈവർ ഇതെല്ലാം ഈ സൈഡിലാണ് വരുന്നത്. അതിന് എക്സ്ട്രാ തുറക്കാനുള്ള ലോക്കൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത്ര തന്നെ അതിന്റെ ഉള്ളുള്ളൂ. ഇവിടെ CO2 ലേസർ കട്ടിംഗ് മെഷീൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ഇതിൽ നമുക്ക് റെഡ് ആയിട്ട് ഇത് ബ്ലിങ്ക് ചെയ്യും. അതിനുള്ള ഒരു റെഡ് സിഗ്നൽ ആണ് ഈ LED ലൈറ്റ് വരുന്നത്. ഇതും പുതിയൊരു അപ്ഡേഷനിൽ പെടുന്ന ഒരു സംഭവമാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അതിന്റെ ട്യൂബ് വരുന്നത്. ട്യൂബ് ഒന്ന് കാണാം. CO2 ERF അല്ലെങ്കിൽ റിസിയുടെ ട്യൂബാണ്. 100 വാട്ട്സ് ട്യൂബാണ്. 100 to 130 വാട്ട്സ് ട്യൂബാണ് ഈ മെഷീനിൽ വരുന്നത്. 150 വരയ്ക്ക് നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഡോറ് ഇവിടെ ഇപ്പൊ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഡോറ് വരും, നമുക്ക് ഇങ്ങനെ പൊക്കാൻ കഴിയും. അപ്പൊ നമുക്ക് 8x4 ഷീറ്റ് വരെ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാണ്ട് കയറ്റിയിടാം. ബാക്കിൽ സപ്പോർട്ടിന്റെ ഒരു സ്റ്റൂളോ എന്തോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 8x4 ഷീറ്റ് നമുക്ക് ഈ മെഷീനിൽ ലോഡ് ചെയ്ത് കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ മെഷീനിൽ വരുന്ന അടുത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ചില്ലർ ഇതിൽ ഇൻബിൽറ്റഡ് ആണ്. ഇത് ചില്ലറാണ്. ഇതിന്റെ ചില്ലർ ഈ മെഷീനിൽ ഇൻബിൽറ്റ് ആണ്. SNന്റെ 5200 എന്ന് പറഞ്ഞ മോഡലാണ്. ഇവിടെ വരുന്നത് അതിന്റെ വെള്ളത്തിന്റെ വാട്ടർ ലെവൽ നോക്കാനുള്ളതാണ്. വെള്ളം ഒഴിക്കാനുള്ള നോബ്, വെള്ളം മാറ്റാനുള്ള നോബ് വരുന്നുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് കൺട്രോൾ, ഓൺ ഓഫ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് വേണ്ട ഈ മെഷീൻ വെക്കുന്നതിന്. ഒറ്റ മെഷീൻ മുമ്പ് സെപ്പറേറ്റ് ഒരു സ്പേസ് നമ്മൾ കാണാമായിരുന്നു. അപ്പൊ ആ സ്പേസ് കൂടെ അതിൽ അഡ്ജസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ വരുന്ന എയർ ബ്ലോർ വലിച്ചിരിക്കാനുള്ള പൈപ്പ് എല്ലാം ഒക്കെ തന്നെ അതിന്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് ഇതിന്റെ അടിയാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ മെഷീനിൽ വരുന്ന പുതിയ അപ്ഡേഷൻ. ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ മെറ്റീരിയൽ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്രിലിക്, MDF, വിനീഗർ, പൈൻ വുഡ്, അത്രയും മെറ്റീരിയൽസിലാണ് നമുക്ക് കട്ടിങ്ങിനെ സാധിക്കുക. പിന്നെ പേപ്പർ കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എൻഗ്രേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വുഡില് എൻഗ്രേവ് ചെയ്യാൻ പറ്റും, ഗ്ലാസ്സിൽ എൻഗ്രേവ് ചെയ്യാം, അക്രിലിക്കിൽ എൻഗ്രേവ് ചെയ്യാം, ACP എൻഗ്രേവ് ചെയ്യാം. അത്രയും ഓപ്ഷനിലാണ് മെയിൻ ആയിട്ട് നമുക്ക് എൻഗ്രേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിത് വേറൊരു സെഗ്മെന്റിൽ കൂടി ഉപയോഗിക്കാറുണ്ട്. അതായത് ഫാബ്രിക് കട്ട് ചെയ്യാൻ കൂടിയിട്ട് ഈ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈ ടൈലറിംഗ് സെക്ഷൻ, അതായത് യൂണിഫോം പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കട്ടിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ മെഷീൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പല മൾട്ടി ഇൻഡസ്ട്രിയിലോട്ട് ഈ മെഷീൻ കസ്റ്റമർ ചൂസ് ചെയ്യുന്നുണ്ട്. ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീനെ 1 year വാറണ്ടിയോട് കൂടിയിട്ട് നമ്മൾ ട്യൂബിന് ഒരു 6 month ട്യൂബ് വാറണ്ടി കൂടെ അഡീഷണൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നോർമൽ ഇവിടെ ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ഇത് മാർക്കറ്റിൽ നമ്മൾ 7 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ തന്നെയാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ഒരു അപ്ഡേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് ആണ്. ഇനി ഇതിൽ വരാത്തുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ CCD ക്യാമറ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അത് ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ ഇത് കോമ്പാക്റ്റബിൾ ആണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് CCD ഫ്യൂച്ചറിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്താൽ ഒരു കംപ്ലീറ്റ്
ഫുൾ ഓപ്ഷൻ മിഷൻ എന്ന് തന്നെ ഈ മിഷനെ നമുക്ക് പറയാൻ പറ്റും. അടുത്തത് വരുന്നത് നമുക്ക് പറയുന്നത് ഇതിന്റെ സർവീസിനെ വാറന്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അടുത്തത് ഇതിന്റെ ഫിനാൻഷ്യൽ ഇതിലോട്ട് പോകുമ്പോൾ സെഗ്മെന്റിലോട്ട് പോകുമ്പോൾ ഈ മിഷനെ ഇപ്പോൾ നിങ്ങളൊരു സൈനേജ് വർക്ക് സ്റ്റാർട്ടർ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് ഈ മിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് മാറി നിൽക്കുന്ന നിങ്ങളുടെ ബിസിനസ് മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ബിസിനസ് ലോണുകൾ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുദ്ര, PMEGP, MSME, അങ്ങനെ ഒരുപാട് ലോണുകൾ നമ്മുടെ അവൈലബിൾ ആണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിനോ നമ്മുടെ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങളത് ചെയ്തു തരും. അതിനെങ്ങനെയാണ് എന്ത് സ്റ്റെപ്പാണ് ഫസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് തരും. പ്രൊജക്ട് വരെ നമുക്ക് നമ്മുടെ ടീമിലുള്ള ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഒരുപാട് സപ്പോർട്ടുകൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിനോട് കൂടി ഇതൊന്നും നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലോഞ്ച് ചെയ്തു തരുന്ന ഒരു ഏജൻസി കൂടി ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ നമ്പർ കൈമാറി തരുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പോലെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലോൺ നിങ്ങൾക്ക് അവരെ അത് ചെയ്തു തരുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ വരുന്ന ഡീറ്റെയിൽസ്. ഇനിയിപ്പോ എന്തെങ്കിലും ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമസ്കാരം, ബൈ.